ഞാൻ ചോദിച്ചത് ഇവിടെ ഈ കണക്കുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പെട്ടെന്ന് അപ്പുറത്ത് പോയിട്ട് ഓർക്കണം. അവർ എല്ലാവരും പ്രശ്നത്തിലാണ്. അടിമതിയാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ഈ യാത്രയെ നയിച്ചുകൊണ്ട് പാലിക്കുന്ന നാട് എന്നുള്ള നിലയിൽ കേരളത്തിന് അവാർഡ് കൊടുത്തില്ലേ? ടൂറിസം കാര്യത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളം എന്ന് പറഞ്ഞ് അവാർഡ് കൊടുത്തില്ലേ? അങ്ങനെ ടൂറിസത്തിന്റെയും അതുപോലെ തന്നെ ആഭ്യന്തര കാര്യാലയത്തിന്റെയും മന്ത്രാലയത്തിന്റെയും നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇതാ ഈ ജാഥ നയിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. ഏറ്റവും അഭിമാനത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ ജാഥയെ കാണുന്നത്, ഈ ജാഥയെ വരവേൽക്കുന്നത്, ഈ ജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും നന്ദികളും നേർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ജാഥ ഇവിടെ നമ്മുടെ എറണാകുളത്ത് തുടങ്ങി ഇവിടെ എത്തിയപ്പോഴേക്കും എത്രയോ കേന്ദ്രങ്ങളില് ജനങ്ങള് തിങ്ങി കൂടിക്കൊണ്ട് ഈ ജാഥയെ വരവേൽപ്പിക്കുന്നു. ഈ ജാഥയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളിതാ കൂട്ടമായി കൂടിയിരിക്കുന്നു. ഇത് നമുക്ക് അഭിമാനമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും ഞാൻ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ, ഈ ജാഥ മോചന ജാഥ പോലെയല്ല, ഇതൊരു മോഹന ജാഥയുമല്ല, ഇത് വികസന മുന്നേറ്റത്തിന്റെ ജാഥയാണ്. വികസന മുന്നേറ്റത്തിന്റെ ജാഥ ഇതാ. ജനങ്ങൾ ഈ പ്രാവശ്യവും വീണ്ടും കടുത്തുരുത്തിയിലെ ജനങ്ങൾ ഇതാ നമ്മുടെ സ്ഥാനാർത്ഥി ആരായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം, തെളിവ് ഇതാ ഇന്ന് കടുത്തുരുത്തിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജാഥ ക്യാപ്റ്റൻ വന്നിരിക്കുന്നു. ജാഥ മോഹന ജാഥ അല്ലെങ്കിൽ മോചന ജാഥ പോലെയല്ല, അത് വന്ന വഴിയെ പലയിടത്തും തിരിഞ്ഞും കറങ്ങിയും ഇപ്പോൾ എവിടെ എത്തി എന്ന് നമുക്കറിയാം, ചുറ്റിപ്പോയി. അതുപോലല്ല ഈ ജാഥ. ഈ ജാഥ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അവരുടെ സ്വപ്നങ്ങളാണ് ഈ ജാഥയിൽ ഒപ്പിയെടുത്തിരിക്കുന്നത്. അവരുടെ പ്രതീക്ഷയാണ് ഈ ജാഥയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതീക്ഷയുമായിട്ട് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലും അതുപോലെ ശ്രീ ദിവാകരന്റെ നേതൃത്വത്തിലും ഈ ജാഥകൾ 2-ാം തീയതി അവസാനിക്കും. അതിനുശേഷം ഇതാ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. തെരഞ്ഞെടുപ്പ് താമസിയാതെ ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കടുത്തുരുത്തിലെ ജനങ്ങൾ ഇതാ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഈ പരിപാടിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ മുന്നേറ്റവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്കറിയാം ഇവിടുത്തെ പാവപ്പെട്ടവരും സാധാരണക്കാരും കൃഷിക്കാരും തൊഴിലാളികളും ഒക്കെ അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഈ ഗവൺമെന്റില്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഈ ഗവൺമെന്റ് ഉയർന്നു എന്നുള്ളതിന് സംശയമില്ല. സ്മാർട്ട് സിറ്റി പോലെ സ്മാർട്ടായിട്ട് ഉയർന്നു എന്നുള്ളതിന് സംശയമുണ്ടോ? ഒരു വശത്ത് ഐസ്ക്രീം പാർലർ ആണ് എങ്കിൽ മറുവശത്ത് ഇതാ ഐസ്ക്രീം അല്ല, മറിച്ച് സ്മാർട്ട് സിറ്റിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത്. കോൺഗ്രസ് ഭരണത്തിന് ഇപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ, കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ട് കോടികൾ വെട്ടിവെളുപ്പിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശം. അതാണ് ഇവിടെ കുംഭകോണങ്ങളുടെ തുടർക്കഥകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. IPL കുംഭകോണം, ക്രിക്കറ്റിന്റെ പേരിൽ പോലും അഴിമതി കാണിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അങ്ങനെയാണ് ശശി തരൂരിന് കേന്ദ്ര മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പേരിൽ 73,000 കോടി രൂപ ചെലവ് ചെയ്യുമ്പോൾ കണക്കുണ്ടോ എന്ന് സുപ്രീം കോടതിയിൽ ചോദിക്കേണ്ടി വന്നു. ആദർശ ഫ്ലാറ്റ് കുംഭകോണം
ജവാന്മാരുടെ പേരിൽ കോൺഗ്രസ് നടത്തിയ ഒരു തട്ടിപ്പാണ്. 2G സ്പെക്ട്രം കുംഭകോണം 1.25 ലക്ഷം കോടി രൂപയുടെ തിരിമറിയാണ് നടത്തിയിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് 2G സ്പെക്ട്രം കുംഭകോണം. 2 ലക്ഷം കോടി രൂപയുടെ ക്രമക്കേടാണ് യെസ് ബാങ്ക് വിതരണത്തിൽ ചെയ്തത് എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കേന്ദ്രത്തിലെ ഭരണം ഒരു അഴിമതി ഭരണമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ അഴിമതിരഹിതമായ ഒരു ഭരണം ഇവിടെ കാഴ്ചവെക്കും. ഈ കാലഘട്ടത്തിനിടയിൽ VS ഗവൺമെന്റിന് എതിരായി മന്ത്രിമാർക്കെതിരായി അഴിമതി ആക്ഷേപങ്ങൾ ഉണ്ടായില്ല. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും ഇടതുപക്ഷ ഗവൺമെന്റുകൾക്കെതിരെ അഴിമതി ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല. അഴിമതിരഹിതമായ ഭരണം LDF ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷ ഗവൺമെന്റുകൾ തെളിയിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് ഈ കാലഘട്ടത്തിലാണ്. നമ്മുടെ ഗവൺമെന്റ് മുമ്പ് കേരളം ഭരിച്ച കാലത്ത് ഇവിടെ ധാരാളം വികസന പദ്ധതിക്ക് അത് നേതൃത്വം കൊടുത്തിരുന്നു. കർഷക തൊഴിലാളി പെൻഷൻ 1980 സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആരംഭിച്ചത്. വിവിധ തൊഴിലാളികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ 87 നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആരംഭിച്ചത്. വിവിധ തരത്തിലുള്ള സാമൂഹിക സുരക്ഷാ നടപടികൾ മുൻകാലത്ത് നാം സ്വീകരിച്ചെങ്കിൽ ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൂടി ശ്രദ്ധ പതിപ്പിച്ച ഒരു മന്ത്രിസഭയാണ് നമ്മുടെ ഇടതുപക്ഷ മന്ത്രിസഭ. ഈ കേരളത്തിന്റെ 4 മേഖലയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് സാമൂഹ്യനീതി എല്ലാ തുറകളിലും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി LDF ഗവൺമെന്റ് നേതൃത്വപരമായ പങ്കുവഹിച്ചു. ഈ ഗവൺമെന്റിന് ഒരു തുടർച്ച ഉണ്ടായാൽ മാത്രമേ ഈ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാർ സംഘടനാപരമായും രാഷ്ട്രീയമായും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഈ കേരളത്തിൽ ഒരു തുടർച്ചയായ ഇടതുപക്ഷ ഭരണം ഉണ്ടാക്കാൻ സാധിക്കും.